ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും മഴയാണല്ലോ അല്ലേ? കേരളം മൊത്തം മഴയാണ്. അപ്പം ഞങ്ങൾക്ക് നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ ഇച്ചിരി തോർച്ചയുണ്ട്, ചെറിയ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇവിടെ അക്കരയിലൊരു ചേട്ടൻ വല വീശി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് മീൻ തന്നെ. അതെന്താണെന്നറിയാമോ? ഈ പള്ളത്തി, അത് കണക്ക് തന്നെ അറഞ്ഞിൽ, പിന്നെ കോല, അങ്ങനെയൊക്കെ പയമ്പ്, അങ്ങനെയൊക്കെ പറയുന്ന മീനുകളാണ്, ചെറിയ മീനുകൾ. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കറി വെക്കുകയോ വറക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. പണ്ടൊക്കെ ഇവിടെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് വറ്റിച്ചൊക്കെ എടുക്കുമായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. കുടംപുളിയൊക്കെ ഇട്ട്, തോട്ടുപുളിയൊക്കെ ഇട്ട്. അപ്പോൾ ഇന്ന് ഇത് കിട്ടിയപ്പോൾ ഗൗരി എന്നോട് പറഞ്ഞത് വറുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വറക്കാനെടുക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലെങ്ങനെയാണ് ഈ മീനൊക്കെ കിട്ടുമോ? തോടുള്ള സ്ഥലങ്ങളിലൊക്കെ തോടും ആറും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാലും ഇത് കിട്ടിയപ്പം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുത്ത് അത് റെഡിയാക്കാം. മീനെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകി എടുത്ത് വെച്ചിരിക്കുവാണ്. ഇനിയിപ്പം നമുക്ക് ഇതിൽ മസാലയെല്ലാം ഒന്ന് ചേർക്കണം കേട്ടോ. ഇതൊക്കെ വറുത്തെടുക്കുമ്പോഴേ എപ്പോഴും കുരുമുളക് ചേർത്ത് വറുത്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും പറയുമ്പോൾ മീൻ വറക്കുമ്പോഴത്തേക്കും കുരുമുളക് ചേർത്താൽ എല്ലാവരും വറക്കുന്നതെന്ന് പറയും. കുരുമുളക് മാത്രമല്ല, അതിന് ചേർക്കേണ്ടതിന് ചില പ്രത്യേക രീതികളുണ്ട്. ഞാൻ അതിനകത്തേക്ക് ആദ്യം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയും ചേർത്ത്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാവേ. കുരുമുളക് പൊടി സ്വല്പം മുമ്പിട്ട് നിൽക്കണം കേട്ടോ, അതാ ടേസ്റ്റ്. ഈ ആറ്റിലെയും തോട്ടിലെയൊക്കെ മീനാകുമ്പോൾ സ്വല്പം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അതുപോലെ ഞാനൊരു 2-3 വെളുത്തുള്ളി ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇതിനകത്തുനിന്ന് ചേർക്കുവാണ്. ഒത്തിരി ചതച്ചിട്ടില്ല, ഇങ്ങനെ വിട്ട് വീഴുന്ന രീതിക്കാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാവേ. ഇനി നമുക്ക് എന്ത് വേണമെന്നറിയാവോ? ഇനി ഞാൻ ചേർക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ഇവിടെ ഞാൻ ചേർക്കാറുണ്ട്. അത് ചേർത്താൽ ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ്. അത് ഒരു നുള്ള് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്കിതൊന്ന് വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. മീനിൽ മസാല എല്ലാം പുരട്ടിയേ. ഇനിയിപ്പോൾ നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അതിന് ശേഷം വറുത്തെടുക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാനെല്ലാം റെഡിയാവാം. ഒരു 15 മിനിറ്റ് നമ്മൾ ഈ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ മേലിൽ കരിവേപ്പില ഇടാവേ. 2-3 അല്ലി കുറച്ച് പെരുംജീരകം ചേർക്കുന്നുണ്ട്. 2-3 ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് പെറുക്കിയിടാം. എല്ലാം ചെറിയ മീനാണ്, ഇത് മാത്രമേ ഉള്ളൂ സ്വല്പം വലിപ്പമുള്ളത്. ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. ഇത് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ കരിവേപ്പില ഇടുമ്പോൾ കരിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് കിട്ടുമല്ലോ. പെരുംജീരകത്തിൻ്റെയും കരിവേപ്പിലയുടെയും അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതും മൂത്ത് വരും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മണവും രുചിയും എല്ലാം കൂടെ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാട്ടോ. ഒരു നല്ല മണമാണ്. വറുത്ത് വരുമ്പോഴത്തേക്കും സ്പെഷ്യൽ മണമാണ്. ഞാനങ്ങനെ ഇവിടുത്തേക്ക് ഈ ആറ്റിലെ വലിയ മീനുകളൊന്നും ഞാനങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഈ ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വറുത്തെടുത്ത് കഴിയുമ്പം കഴിക്കും. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ ഫ്ലെയിം കുറച്ചായിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്വല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കും. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാവേ. മൂത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് മൂക്കും. എന്തേ കണ്ടത്? നല്ല മണവും വരുന്നുണ്ട്. നല്ല മൂത്ത് വരുമ്പോഴത്തേക്കും ഈ ആറ്റിലെ മീൻ വറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. നമ്മൾ കടലിലെ മീൻ വറക്കുമ്പോൾ ഉള്ള സ്മെല്ലല്ല, വേറൊരു പ്രത്യേക മണമാണ്. നമുക്ക് അന്നേരം ചോറുണ്ണണമെന്ന് തോന്നും. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ചും
പെട്ടെന്ന് ചോറണമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ മീനെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വാങ്ങി എടുക്കാം നമുക്ക്. പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെക്കേഷന് കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ വീട്ടിലൊക്കെ കൊണ്ട് നിർത്തുമായിരുന്നേ. അത് ഈ കിഴക്ക് കാവാലം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. അവിടെയൊക്കെ നിന്നിട്ടുള്ളപ്പോൾ ഇങ്ങനെ മഴക്കാലം ആകുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ കൂടെ വെച്ച് മീനെ പിടിക്കും. അങ്ങനെ ഈ ചെറിയ മീനൊക്കെ കയറും കേട്ടോ. ഈ ചെമ്പല്ലി, ഇങ്ങനെ എന്തുവാ നമുക്കിപ്പോൾ കിട്ടിയ വയമ്പ്, അതിനൊക്കെ അറിഞ്ഞിൽ, പിന്നെ ചെമ്പല്ലി, പരലയൊക്കെ കാണുവേ. അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ അവിടുത്തെ അപ്പൂപ്പനുണ്ട്, പുള്ളിക്കാരൻ പോയി കണ്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് വെട്ടിക്കഴുകി എല്ലാം റെഡിയാക്കി വെച്ച് തരുവേ. എന്തൊരു ടേസ്റ്റായിരുന്നു അറിയാം. അന്നൊക്കെ അത് കൂട്ടുമ്പോഴത്തേക്കും മഴയൊക്കെ ആകുമ്പോൾ അന്നൊക്കെ മഴയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയായിരുന്നു അവിടെയൊക്കെ കറി വെച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ നാട്ടിൽ വന്ന് ഇതെല്ലാം എപ്പോഴും കിട്ടാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ പ്രാധാന്യം കുറച്ച് കുറഞ്ഞു. എന്നാലും ശരി, ആദ്യമൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ വർഷത്തെ മഴക്കാലത്ത് നമുക്ക് ആദ്യം കിട്ടിയ വെള്ളത്തിയാണ് ചെറുമീൻ, തോട്ടുമീൻ. അപ്പം നമ്മളത് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആദ്യം നമ്മൾ എടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കാണുമല്ലോ. അപ്പോൾ ഇന്ന് ഈ ടേസ്റ്റും കൂട്ടിയാണ് ചോറൂണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ സമയത്ത് എല്ലാവർക്കും മീൻ കിട്ടുമായിരിക്കുമല്ലോ. അപ്പം ഇത് വാങ്ങിച്ച് വറുത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എന്നെ അറിയിക്കണേ കമൻറ്റിലൂടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.